ഹലോ ഗായ്സ്, നോട്ടറ തന്നെ മറ്റൊരു കിടക്കാച്ചി വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ മെറ്റലിൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. മെറ്റലിൻ്റെ പാർട്ട് 2 ആണ്. 1 നിങ്ങൾ കാണാത്തവർ ജസ്റ്റ് പോയി കാണണം ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട്. അത്തോടെ നമ്മൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗെയിം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ച് പൊളിക്കുക, ലൈക്ക് ഇങ്ങനെ ഇടിച്ച് പൊളിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. അത്രേ ഉള്ളൂ. നമുക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. ഇനി നിങ്ങളെ ഫ്രണ്ട്സിനും കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ആയിട്ട് അലൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറായിരുന്നു. അത് വേറൊരു മാപ്പുമായിരുന്നു. ഇനി അടുത്തത് എമിലി എന്ന് പറഞ്ഞിട്ടൊരു മാപ്പാണ്. അത് വേറൊരു മാപ്പാണ്. അപ്പോൾ നമുക്ക് അത് കളിക്കാം. അപ്പോൾ നമ്മൾ ഇത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെണ്ണാണ്. അപ്പോൾ ഇതിങ്ങനെ മെസ്സേജാണ്, അത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഇത് നമ്മുടെ മെറ്റലിൻ്റെ അടുത്ത ഒരു പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് കുറച്ച് സീനാണ് കേട്ടോ. ഇത് നമ്മളിത് കുറച്ച് നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കക്കൂസയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ലോക്ക് പിക്ക് ഉണ്ടാവുക. അതായത് നമുക്ക് ലോക്ക് പിക്ക് തന്നെ കിട്ടി. ഇനി ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, ഭാഗ്യം ഉണ്ടെങ്കിൽ. ഇല്ല, നമുക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ലോക്ക് പിക്ക് തുറന്നത് ഇവിടെ ഒരു ചെപ്പ് ഉണ്ട്. നമുക്ക് എപ്പിസോഡ് 1 ഇല്ലേ, മെറ്റലിൻ്റെ എപ്പിസോഡ് 1 ഇങ്ങനത്തെ ഒരു ചെപ്പ് ഉണ്ടായിരുന്നു. അതിന് കുറേ കീ വേണമായിരുന്നു. ഇതിന് ലോക്ക് പിക്ക് മാത്രം മതി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം കിട്ടും. അപ്പോൾ 5 ഇതിന്റെ മെയിൻ സാധനം, ഇത് തുറക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് ഈ ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഡോർ ഹാൻഡിൽ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോർ ഹാൻഡിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഇല്ല ഡോർ ഹാൻഡിൽ, ഇനി ഇതിൻ്റെ ഉള്ളിലും ഇല്ല. അപ്പോൾ സെറ്റായിട്ടുണ്ട് കളി. ഇനി നമുക്ക് ഇവിടെ ഒരു കോഡ് വേണമായിരിക്കും. ആ കോഡ് നമുക്ക് കണ്ടുപിടിക്കണം. വേറൊന്നുമില്ല ചെയ്യാനായിട്ട്. ഇവിടെ ആയിട്ടൊന്നും ഇല്ലല്ലോ പറഞ്ഞ പോലെ. പറ്റട്ടെ, അവിടെ ആയിട്ട് ചിലപ്പോൾ ക്രോബാർ ഉണ്ടാവും. ആ ക്രോബാർ കിട്ടി നമുക്ക്. നമ്മുടെ ലക്ക് എന്ന് പറയാം. എനിക്ക് തോന്നി അവിടെ ഉണ്ടാവുന്ന. അപ്പോൾ ഇവിടെ ആയിട്ട് ചിലപ്പോൾ ഡോർ ഹാൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാം പെട്ടെന്ന്. നമ്മളെല്ലാതും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒയ്യോ, ഗൈസ്, നമ്മൾ കുറ്റിയിടാൻ മറന്നു ഇപ്പം മൂഞ്ചിയാനെ. അപ്പം അതെ അതെന്താ വരും. ഓ, ഇതേ വരുന്നു. കോഡ് എത്രയാ? 973. അപ്പം 973 ആണ് കോഡ്. ഇതേ ഇവിടെ ഡോറിൻ്റെ അവിടെ ഇട്ട്, അയാളുടെ ഡോറിൻ്റെ അവിടെ ഇട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. 973 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. 973 ആണ്. ഇതേ ചേട്ടൻ വരുന്നുണ്ട്. Someone was here. ആരാന്ന് പറ ചേട്ടാ. ഓ, രക്ഷപ്പെട്ടു. ഇത് ഓരോ ഇത് ഇങ്ങനെ കയറുന്നത് അനുസരിച്ച് ഈ ചേട്ടൻ്റെ വാക്കുകൾ മാറുന്നു കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് 1 ഇങ്ങനെയൊന്നല്ല ഇന്ന് പറയാറ്. അപ്പം നമുക്ക് അവിടെ പാസ്വേഡ് നമുക്ക് കണ്ടിട്ടുണ്ട്. 973 973. ഓ, നമുക്ക് ഡോർ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിട്ട് ഐസ് ഉണ്ട്. ഐസ് നമുക്ക് എടുക്കണം. ഇവിടെ ആയിട്ട് ഇതേപോലെ ട്രാപ്പ് ഉണ്ട് കേട്ടോ. അത് കുറേ പുതിയതാണ്. പുതിയ സാധനങ്ങൾ കുറേ ഇതിൽ വരും. അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്ത് നോക്കണ്ട. ട്രാപ്പ് കുറേ അത്യാവശ്യം സെറ്റാണ്. ഇവിടെ ആയിട്ട് എന്തുകൊണ്ടല്ലോ, നെയിം സൊല്യൂഷൻ ഫോർ ഇൻവിസിബിൾ ഇങ്കിനായിട്ടാണ്. ഓ, ഇത് വേണം. ഇൻവിസിബിൾ ഇങ്കിനായിട്ടാണ്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത മഷി. അപ്പോൾ നമുക്ക് എല്ലാതും ക്ലോസ് ചെയ്യാം. ഇപ്പം സൗണ്ട് ഉണ്ടാവും, എനിക്കറിയണ്ട. ഗൈസ്, നമ്മളെല്ലാതും പൂട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഉറപ്പ് വരുത്തണം കേട്ടോ. ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. സീനാവോ? ഓരോ തള്ളറക്കട്ടെ ചേട്ടൻ. വെറുതെ തള്ളറക്കിയേ പോയി. ചേട്ടനെ കൂട്ടം നമ്മളാ പേപ്പർ എടുത്തത് മാറ്റിണ്ടാവോ? വേറെ സാധനം വേറെ എടുത്താ കൊണ്ടുപോകുന്നത്. എന്താ വെച്ചാൽ സാധനം ചേട്ടൻ എനിക്കൊന്ന് കാണിച്ചതാ. അതിലെന്തെങ്കിലും ഉണ്ടാവും, നമ്മളത് നോക്കിയില്ല. ചേട്ടൻ അങ്ങോട്ട് പോയില്ലോ. അപ്പോൾ ചേട്ടൻ്റെ റൂമിലേക്ക് പോകാൻ പറ്റും. ഓ, ചേട്ടൻ ഇവിടെ സുഖമായിട്ട് കിടക്കും. ഓ, സെറ്റ് ആയിട്ടുണ്ടല്ലോ. നല്ല ബെഡ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബെഡ് എനിക്ക് ഇഷ്ടമായിട്ട്. ഈ ബെഡ് കുറേ കിട്ടാൻ ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങിയാനെ. ഷോ
അപ്പം നമുക്ക് അവിടെ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം നമുക്ക് നോക്കാം. ഓ, കീ കിട്ടി. അതാ കീ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാൽവ് തുറന്നു. ഇവിടെ ഇട്ട് എന്തിട്ടാണ്ട് അവിടെ നെയിൽഡായി നിന്ന് നമുക്ക് സിസേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് സെറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പം സൂക്ഷിച്ച് കളിക്കാനുണ്ട്. അത്രല്ലോ. ഇവിടെ ഇട്ട് എന്തുണ്ടല്ലോ. ഓ, ഇവിടെ ഇട്ട് നമുക്ക് നോക്കണം. ഇതാ ഇവിടെ കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ഇവിടെ ഇല്ല. അപ്പം നമുക്ക് സിസേഴ്സ് എടുത്തിട്ട് നമുക്കൊരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ റോപ്പ് ഉണ്ട്. ആ റോപ്പ് എടുത്ത് നമുക്ക് ഒന്ന് കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഓപ്പണായി. ഇതെന്തൊരു ഗ്യാസാ? ഹോട്ട് സ്റ്റം. ഇവിടെ എന്തൊറ്റത് നോ പവർ. അപ്പം അത് കുറേ സെറ്റ് ആക്കണം. നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എവിടെ ഉപയോഗിക്കണ്ടേ? ഇവിടെ ഇട്ടായിരുന്നു. ഇവിടെ ഒരു ഫ്യൂസും കൂടി വേണം. അപ്പം അങ്ങനെയാണ് കളികൾ. അപ്പം അവിടെ ഇന്നും കൂടി നമുക്ക് പോയി നോക്കാം. അവിടെ എന്തോ ഫ്യൂസ് ഉണ്ടാവും. ഇവിടെ ബക്കറ്റ് കിട്ടിയല്ലോ. ഇതെന്തിട്ട് ഗൈസ് പറഞ്ഞ പോലെ ഗൈസ് എന്തൊരു സാധനമാണ്. കോഡ് അവിടെ അടിക്കണം. അപ്പോൾ ബക്കറ്റ് എടുത്ത് നമുക്ക് എന്തോ ചെയ്യണം. ഇവിടെ ഇട്ടന്ന് വെള്ളം കിട്ടിയില്ലേ? ഓ, കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കളികൾ നമുക്ക് നീക്കണം. അപ്പം ഇത് പൂട്ടിയിട്ടുണ്ട്. എംപ്റ്റി ഓയിലർ ക്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമുക്ക് എടുക്കണമല്ലേ? ഓ, അത് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെയാണ് ഓയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഓയിൽ നമുക്ക് ഇവിടെ ഒഴിക്കണം. ഇത് നമ്മുടെ തുരുമ്പ് പിടിച്ചതാ. ഇനി തിരിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തിട്ടുണ്ടാവുക? അവിടുത്തെ ഹോട്ട് സ്റ്റെമ്പ് പോവോ? ഓ, ഇവിടുത്തെ ഹോട്ട് സ്റ്റെമ്പ് പോയി. അപ്പോൾ നമുക്ക് ഫ്യൂസ് എടുക്കണം. ഫ്യൂസ് എവിടെ ഇവിടെ വയ്ക്കും. നമുക്കൊന്ന് ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു കേട്ടോ. റൂമല്ല, എന്തോ എന്തിട്ട മേലെ പൂന്ത സ്ഥലം തോന്നുന്നത്. മൂഞ്ചി ഗൈസ്. ഗൈസ് ഇപ്പം നമ്മൾ ഉറപ്പായിട്ട് മൂഞ്ചും തോന്നുന്നു. വന്നിട്ടുണ്ട്. Well, wait a second. പെട്ട് കഴിഞ്ഞാൽ മൂഞ്ചിട്ടാ. ഇത് ഉറപ്പാണ്. Someone was here. ആരുണ്ടായില്ല. My mind's playing tricks on me. ഓ, ഈ സൈക്കോ ചേട്ടൻ കുറച്ച് സീനാട്ടെ. അവിടെ ആയിട്ട് നമുക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പോയി നോക്കാം. കട്ടിങ് പ്ലെയർ. അതിന് എന്തിനാവോ കട്ടിങ് പ്ലെയർ? അവിടെ ആയിട്ട് എന്തോ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊരു കുപ്പിയുണ്ട്. കട്ടിങ് പ്ലെയർ എടുത്ത് നമുക്ക് ഇവിടെ സെറ്റ് ആക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂസ് കിട്ടി. അപ്പോൾ ഫ്യൂസ് നമുക്ക് ഇവിടെ വെക്കണം. അത് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. അപ്പോൾ ഫ്യൂസ് അവിടെ വെച്ചു. ഇനി എന്തിട്ട് ചെയ്യേണ്ടത്? വാൾവ് നമുക്ക് ഇത് പൂട്ടി. ഞാൻ എന്തോ കുറച്ച് ചെയ്യണം ഗൈസ്. ഒരു ട്രാപ്പ് ഞാൻ മറന്നു. നമുക്ക് അത് ലിഫ്റ്റ് വർക്കാക്കണം. ലിഫ്റ്റ് വർക്കാക്കാൻ 24 വോൾട്ട് വേണമെന്ന്. അപ്പോൾ നമുക്ക് 24 വോൾട്ടിൻ്റെ കൺഫ്യൂഷൻ ആവും. സൊല്യൂഷൻ കണ്ടുപിടിക്കണം. 24 വോൾട്ട് അല്ലേ ഇത്? പറ്റട്ടെ ആദ്യം ഇത് ഫുള്ളും സെറ്റാക്കട്ടെ. ഫുള്ളും ക്ലോസ് അല്ലേ? അതെ. ആദ്യത്തെ രണ്ടെണ്ണവും ഇതാന്ന് തോന്നുന്നത്. നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. ഇതാണ് മറ്റേ സൊല്യൂഷൻ. നമ്മളവിടെ എഴുതിയില്ലേ? ഇതേവിടെ നമ്മുടെ ഇവിടെ ഒരു പേപ്പർ കണ്ടില്ലേ? അവിടെ ഒഴിക്കണം. 1284 പാസ്വേഡ് കിട്ടി.
അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ആക്കണം. ഇനിയാണ് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ കോഡ് അടിക്കണം. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കത് ഫുള്ളും സെറ്റ് ആക്കണം. What's that noise you're making? I need to lock him up when he's inside the room. ഇപ്പോൾ ദേ വരുന്നു ചേട്ടൻ. Come on. Open the goddamn door! I need to get out of here before he breaks in. ഗൈസ് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം. സമയമില്ല. Come on, think faster. അതെന്തൊരു പരിപാടി? വേറെന്തൊരു പരിപാടി ചെയ്യാനുള്ളത്? അവിടെ പോയി ഡോറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നും കൂടി ആദ്യം തുടങ്ങി ഇന്നും കൂടി കളിക്കണം. അറിയുന്നത്